നമസ്കാരം. ഗാനമേളയ്ക്കിടെ വയോധികനെ കസേര കൊണ്ട് മർദ്ദിച്ച പ്രതിയെ കൊല്ലം ഈസ്റ്റ് പോലീസ് പിടികൂടി. ആശ്രമം കുളങ്ങര വീട്ടിൽ 40 വയസ്സുള്ള ശ്യാംകുമാറാണ് പിടിയിലായത്. 2 ദിവസം മുമ്പായിരുന്നു കൊല്ലം ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഗാനമേള നടന്നത്. ഗാനമേള നടക്കുന്ന സമയത്ത് കാണാനെത്തിയ ആളായിരുന്നു തിരുവനന്തപുരം സ്വദേശി ബാലചന്ദ്രൻ നായർ എന്ന ബാലു. ഗാനമേളയിൽ തന്റെ പ്രിയപ്പെട്ട ഗാനം വേദിയിൽ ആലപിച്ചപ്പോൾ എണീറ്റ് നിന്ന് ബാലു ഡാൻസ് ചെയ്തു. പിന്നീട് ഗാനമേള ആലപിക്കുന്ന വ്യക്തി പ്രോത്സാഹനവും നൽകിയതോടെ മുന്നിലേക്ക് എത്തി ഡാൻസ് ചെയ്തു. ഇതിനു പിന്നാലെയാണ് ശ്യാംകുമാർ കസേരയുമായി എത്തി പിന്നിൽ നിന്ന് ബാലുവിനെ അടിച്ചു വീഴ്ത്തിയത്. ഗാനമേള കാണാൻ വന്ന പ്രേക്ഷകരിൽ ആരോ ഈ ദൃശ്യം മൊബൈലിലും പകർത്തി. വളരെ വേഗം സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിച്ചു. മുഖത്തും വയറിനും പരിക്കേറ്റ ബാലു ആശുപത്രിയിൽ പോകുവാനോ പോലീസിൽ പരാതി നൽകാനോ കൂട്ടാക്കിയില്ല. താനൊരു തിരുവനന്തപുരം സ്വദേശിയാണ്. കൊല്ലത്ത് ആക്രിപെറുക്കി ഉപജീവനം കൊണ്ടുപോകുന്ന വ്യക്തിയാണ്. പലപ്പോഴും ഉറങ്ങുന്നത് ആശ്രമ മൈതാനത്തിന്റെ ഭാഗത്താണ്. അവരൊക്കെ ചിലപ്പോൾ രാത്രി തന്നെ ഉപദ്രവിച്ചാൽ എന്ന ഭയമായിരുന്നു കേസ് കൊടുക്കാൻ മടിച്ചതെന്നും ബാലു പറഞ്ഞു. എന്നാൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചതോടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മർദ്ദിച്ച ആളെ പിടികൂടണമെന്ന പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നിരവധി കോളുകളാണ് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും എത്തിയത്. മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടതോടുകൂടി പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. തുടർന്ന് ആശ്രമത്തിൽ നിന്ന് ശ്യാംകുമാറിനെ ഇന്ന് കസ്റ്റഡിയിലെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച രാത്രി 9:30 സംഭവം നടന്നത്. കസേര ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ ബാലചന്ദ്രന്റെ മുഖത്തടക്കം ക്രൂരമായി പരിക്കേറ്റിട്ടുണ്ട്. ബാലചന്ദ്രന്റെ മേൽചുണ്ടിന് ആഴത്തിൽ മുറിവേൽക്കുകയും മുൻനിരയിലെ പല്ല് തകരുകയും ചെയ്തു. ആക്രമണത്തിന് ശേഷം പ്രതി ബാലചന്ദ്രനെ അസഭ്യം വിളിക്കുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ചെയ്തതായി പരാതിയിലുണ്ട്. തനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതിനാലാണ് ഇത്തരത്തിൽ ആക്രമിച്ചതെന്നും കൊല്ലംകാരെ പേടിയുള്ളതിനാൽ പരാതി നൽകാൻ ആദ്യം ഭയപ്പെട്ടിരുന്നുവെന്നും ബാലചന്ദ്രൻ പറഞ്ഞു. ആക്രമണം നടക്കുമ്പോൾ ചുറ്റുമുള്ളവർ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുന്ന തിരക്കിലായിരുന്നുവെന്നും അദ്ദേഹം വേദനയോട് പ്രതികരിച്ചു. സംഭവത്തിൽ ബാലചന്ദ്രൻ നായർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അസഭ്യം പറയൽ, മാരകായുധങ്ങൾ കൊണ്ട് പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കൊല്ലം ഈസ്റ്റ് സബ് ഇൻസ്പെക്ടർ സന്ദീപ് എസിനാണ് അന്വേഷണം ചുമതല. ഉത്സവപ്പറമ്പുകളിലെ സമാധാനം തകർക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചതോടെ വലിയ രീതിയിലുള്ള വിമർശനവും ഉയരുന്നുണ്ട്. പിടിച്ചുമാറ്റുന്നതിന് പകരം ക്രൂരമായി മർദ്ദിച്ചത് ശരിയായില്ലെന്നും അക്രമിക്കെതിരെ നടപടി വേണമെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ആവശ്യം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ പറഞ്ഞായിരുന്നെങ്കിൽ താൻ മാറിയണമെന്നും മർദ്ദിക്കേണ്ട കാര്യമില്ലായിരുന്നുവെന്നും ബാലചന്ദ്രൻ പിന്നീട് പ്രതികരിച്ചു. എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല, അതുകൊണ്ടായിരിക്കാം അവർ മർദ്ദിച്ചത്. ഇതേ തുടർന്ന് കേസ് നൽകാനോ മറ്റൊന്നിനോ ഞാൻ പോകില്ല, കാരണം എനിക്ക് പേടിയാണ്. പലരും ഭീഷണിപ്പെടുത്തി. കേസ് കൊടുത്തിട്ട് തെരുവിൽ കിടന്നുറങ്ങുമ്പോൾ ഒരുപക്ഷെ എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാം. അതുകൊണ്ടാണ് ശരീരത്തിനേറ്റ മർദ്ദനത്തിന് വേദനയായി ഞാൻ തെരുവോരത്ത് കഴിയുന്നതെന്നും ബാലചന്ദ്രൻ പ്രതികരിച്ചിരുന്നു.